ലക്ഷ്മിയെടുത്തി, ലക്ഷ്മിയെടുത്തി, എന്റെ ഹെയർ പിൻ എവിടെ? അവിടെ ഇരിക്കുന്നു. നാനോടുത്ത് വേഗം മാട്ടെ, അടുത്ത എന്റെ നമ്പറാണ്. കഴിഞ്ഞു കൂട്ടി. ഒരാളെ ഡ്രസ്സേക്ക് മാത്രമാണോ നിങ്ങളുടെ ജോലി? ഒന്ന് വേഗം വന്ന് സഹായിക്കുന്നുണ്ടോ? ഇതാ വരുന്നു വനജെ, ഒരു സെക്കൻഡ്. അത് തിരുമണ്ട, ഇസ്തിരി ഇട്ടാ മതി. ലക്ഷ്മിയെടുത്തി മുമ്പ് ട്രെപ്പീസിൽ കളിച്ചിരുന്നല്ലേ? ലക്ഷ്മിയെടുത്തി ഓൾറൗണ്ടർ ആയിരുന്നു. ഹൈവേറിലെ കപ്സാസ് നമ്പർ ആദ്യം കാട്ടിയത് ലക്ഷ്മിയെടുത്തിയാണ്. ഇപ്പോഴും റിങ്ങിലൊന്ന് കയറിയ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മിയെടുത്തി? വനജേ, ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, പഴുക്കപ്പിലാവില വീഴണ കണ്ട് പച്ചപ്പിലാവില ചിരിക്കരുതെന്ന്. പണ്ട് മാനേജറുടെ പെറ്റായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാ? എനിക്കറിഞ്ഞൂടാ. പുതിയ പുതിയ പെൺകുട്ടികൾ വരുമ്പോൾ യമാന്മാർക്ക് പുതിയ പുതിയ പെറ്റുകൾ ഉണ്ടാവും. നമ്മളിതൊക്കെ കാണുന്നതല്ലേ? ലക്ഷ്മിയെടുത്ത് കിടന്നില്ലേ? ഇല്ല, കിടക്കായി. ഉറക്കം വന്നില്ല എനിക്ക്. വെളിച്ചം കണ്ടപ്പോ വെറുതെ ഇങ്ങോട്ട് വന്നു. എന്താ ലക്ഷ്മിയെടുത്തേക്ക് എപ്പോഴൊരു ആലോചന? ഒന്നുമില്ല. ഞങ്ങൾക്കുള്ള സൗകര്യം ലക്ഷ്മിയെടുത്തേക്ക് ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോ ഓ സാരമില്ല. നിനക്കിപ്പോ നല്ല പേരാണ്. എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണ്. എനിക്ക് സന്തോഷായി. പനിക്കുന്നുണ്ടല്ലോ ലക്ഷ്മിയെടുത്തെ? വൈകുന്നേരമായ ഇത്തിരി കുളിരും പനിയും വരും. സാരമില്ല. പനി വെച്ചിട്ടാ തേക്കലും തുടക്കലും തിരുമ്പലും ഒക്കെ? പറഞ്ഞില്ലേ? ആരോട്? കിടന്നോളൂ. മരുന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ ചന്ദ്രനോട് പറയാം. ലക്ഷ്മിയെടുത്ത് കിടന്നോളൂ. രാത്രിയിൽ എന്തിനാ പുറത്തിട്ട് നടക്കണേ? വെറുതെ ലക്ഷ്മിയെടുത്തിട്ട് എടുത്തിരുന്നു. പാവം, സുഖമില്ല, പനിയാ. എന്നിട്ടും പുലരുമ്പോ തൊട്ട് പാതിര വരെ പണിയാ. ഒന്ന് ആരോടെങ്കിലും പറയൂ. ഞാൻ ആരോട് പറയാൻ? ജാനു പറഞ്ഞാൽ ചിലപ്പോ പ്രൊപ്പറേറ്ററോ മാനേജറോ കേൾക്കും. ജാനു ഇപ്പോ ടോപ്പ് സ്റ്റാർ അല്ലേ? കളിയാക്കണ്ട. പുതിയ നോട്ടീസ് കണ്ടില്ലേ? ജാനുവിന്റെ ബ്ലോക്കല്ലേ വലുതാക്കി കൊടുത്തിരിക്കുന്നത്. ഓ, അതുകൊണ്ട് സ്റ്റാർ ആയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ജാനു നാളെ നമുക്കൊന്ന് പുറത്തു പോവാം. പെൺകുട്ടികൾ പുറത്തു പോകാൻ പാടില്ലെന്നല്ലേ നിയമം? ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞാൽ മതി. 1 മണിക്കൂറിന് പുറത്തു പോകാൻ ഇതെന്താ ജയിലാണോ? ഇത് ചോദിക്കേണ്ടത് പ്രൊപ്പറേറ്ററോടാണ്. ഇങ്ങനെ തന്നെ ചന്ദ്രേട്ടൻ ചോദിക്കണം.
ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി. ചോദിക്കൂ. ഷോപ്പിങ്ങിന് ജാനുവിലൂടെ പോകണമെന്ന് പറഞ്ഞോളാം, പ്രയാസമില്ല. അപ്പൊ ലക്ഷ്മിയടുത്തേക്ക് സുഖമില്ലാത്ത കാര്യം കൂടി പറഞ്ഞൂടെ? ട്രിപ്പീസിലും സ്പ്രിംഗ് മീറ്റിലും ഒക്കെ ഇപ്പൊ ചന്ദ്രേട്ടനല്ലേ ലീഡർ? മടങ്ങണ്ടേ? ഷോപ്പിങ്ങിനെന്നും പറഞ്ഞു പോന്ന മടങ്ങിച്ചെല്ലുമ്പോ ബാറ്റ കൊണ്ട് കഷ്ടിച്ച് 2-3 ഡ്രസ്സായി. സ്വന്തം ആവശ്യത്തിന് പോലും തികയില്ല. മാനേജരോട് 50 രൂപ ചോദിച്ചു. സത്യത്തിൽ എന്തെങ്കിലും വാങ്ങിത്തരണമെന്ന് മോഹമുണ്ടായിരുന്നു. എനിക്കൊന്നും വേണമെന്ന് തോന്നിയിട്ട് പറഞ്ഞതല്ല. ശമ്പളക്കാരും പറയുമ്പോഴൊക്കെ പ്രൊപ്പറേറ്ററുടെ ആലോചനയിലുണ്ടെന്ന മറുപടി. ഇരട്ടി ശമ്പളവും 3 കൊല്ലത്തെ കോൺട്രാക്റ്റും കൊടുത്ത വെസ്റ്റിയിൽ നിന്ന് ഭാസ്കരനെ വിളിച്ചു വരുത്തുന്നത്. അത്ര വലിയ ആളാണോ? എന്തോ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കരനാണെന്ന്. ഡെയർ ഡബിൾ ഭാസ്കരൻ എന്നാണ് ടൈറ്റിൽ. ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ആള് നമ്പർ 1 പോക്കറിയാണ്, എത്ര കേമനായാലും. കുറച്ച് പോക്കരത്തിലുള്ളവർ വേണം നമ്മുടെ കൂട്ടത്തിലെന്ന് തോന്നും ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടാൽ. പോക്കൃത്തരം വേണ്ട സ്ഥലത്തായിക്കോട്ടെ. ചന്ദ്രേട്ടൻ ഏതായാലും വരണയാളെ ഇപ്പോഴേ പേടി തുടങ്ങി. എനിക്കെന്തിനാ പേടി? ചന്ദ്രേട്ടന്റെ സ്ഥാനം പോകുന്നു, അതിലെ സത്യം. എന്റെ സ്ഥാനം ആര് വേണമെങ്കിൽ വന്നോട്ടെ. നമ്മുടെ ശമ്പളം നിശ്ചയിച്ച് പിന്നെ മാസ്റ്റർ എന്തെങ്കിലും പറഞ്ഞു. ഒരു ഫാമിലി ക്വാർട്ടേഴ്സിനെ പറ്റിയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ്. എന്റെ മോഹങ്ങൾ പറയാൻ സമയമായിട്ടില്ല. ഞാനും ഒന്നും ആലോചിക്കാറില്ലേ? ഇപ്പൊ സുഖമില്ലാത്ത ലക്ഷ്മിയടുത്തെ പറ്റിയാണ് ആലോചന. അവര് പറയാറുള്ളത് പോലെ വിധിച്ചത് വരും. വലിയ കമ്പനി നടത്തിയ മാസ്റ്റർ ഇപ്പോൾ കൂലിപ്പണിക്കാരനായി. നമുക്ക് മടങ്ങാം. സമയമുണ്ട്. എന്തിന്? അടുത്ത ആഴ്ച അലവൻസ് കിട്ടുമ്പോ എന്തെങ്കിലും വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ട. ഷോപ്പിങ്ങിനെ പറ്റി വനജയ ചന്ദ്രി ചോദിച്ചാലല്ലേ. എനിക്ക് വേണ്ടത് കണ്ടുകിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളാം. റാവുജിയുടെ കയ്യിൽ നിന്ന് ഒരു കമ്പിളി കിട്ടി. പ്രൊപ്പറേറ്റർ മാനേജറെ കാണാൻ പറഞ്ഞു. മാനേജർ ചൊക്കരെ വിളിച്ച് 5-6 അനാസിന് വാങ്ങിക്കൊടുക്കാൻ കൽപ്പിച്ചു. 4 ദിവസം റെസ്റ്റ്, 5-6 അനാസിന്. ഈ കൂടാരത്തില് ദേവ് തീരല്ലെന്ന് പറഞ്ഞിടല്ലോ. അപ്പോൾ ജാനുവിനെ കണ്ടില്ല. ചന്ദ്രനും ജാനും ഷോപ്പിങ്ങിന് പുറത്തുപോയി. ഞാൻ അറിഞ്ഞില്ല. അവർക്ക് ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് വല്ല മരുന്നും വാങ്ങിക്കായിരുന്നു. സാരമില്ല മാസ്റ്റർ. പുതിയ ആൾക്കാരെ വരുത്തുന്നു, പുതിയ ഐറ്റംസ് വരുന്നു. മാഷ് അറിഞ്ഞില്ലേ? കമ്പനി ഇനിയും വലുതാവട്ടെ. വലുതായപ്പോൾ നമ്മൾ ബി ക്ലാസ്സിൽ നിന്ന് സി ക്ലാസ്സിലെത്തി. ഇനിയും വലുതാകുമ്പോഴോ? ലക്ഷ്മി, റാവുവിന്റെ അടുത്ത് ചന്ദനവും കളവും ഉണ്ട്. അത് കുറച്ച് നെറ്റിയിൽ നനച്ചിട്ട് തരട്ടെ? വേണ്ട, സാരമില്ല. നാനോട്ടും പൊയ്ക്കോളൂ. പണിയെടുക്കാതിരുന്നു എന്ന് ആളുകൾ കുറ്റം പറയണ്ട. എന്തെങ്കിലും വേണേല് ഞാൻ നാനും എടുത്ത് പറഞ്ഞയക്കാം. നാനു, പുതിയ ഇലക്ട്രീഷ്യൻ വന്നപ്പോ നമ്മുടെ ജോലി മാറി. ആ പിന്നെ ഭാസ്കരൻ വന്നിട്ടുണ്ടത്രേ. സീറ്റ് ഒരഞ്ച് താത്തോ. ശരി സാർ. ഗുഡ്, വെരി ഗുഡ്. ഇനി എല്ലാവരും മോട്ടോർ സൈക്കിളിന്റെ പകരം ജീപ്പ് ജമ്പാകും കേട്ടോ ഭാസ്കരൻ. ഞാൻ റഷ്യൻ സ്പ്രിംഗ് ചുട്ടപ്പോൾ എല്ലാവരും അത് തുടങ്ങി.
ഞാൻ ഹിപ്പവിന് വാങ്ങിയപ്പോൾ ശങ്കരനും കണാരനും അത് വാങ്ങി. ആരെങ്കിലും തുടങ്ങണമല്ലോ, അപ്പൊ എല്ലാവരും ഒപ്പമെത്താൻ നോക്കും. അതാണല്ലോ സർക്കസ് ബിസിനസ്. അതെ അതെ. മാനേജർ, ഭാസ്കറിന്റെ ജീപ്പ് ജമ്പ്, ഹ്യൂമൻ ക്യാനൻ ബാൾ, ബ്ലാക്ക് ടൈഗർ, ഇവ എല്ലാം ചേർത്ത് ഒരു പുതിയ നോട്ടീസ് അടിക്കണം. ഭാസ്കറിന്റെ ബ്ലാക്ക് ഉണ്ടെന്ന് കേട്ടോ. പിന്നെ ലോക്കൽ 2 പത്രങ്ങളിലെ ഓരോ പുതിയ പരസ്യവും. വരുമോ സാർ? ഇരിക്കൂ ഭാസ്കർ. ഇതാ പോസ്റ്റ്. ജാനകി. ഇതുവരെ 4 കത്തുകൾ അയച്ചിട്ടും മറുപടി കാണാത്തതിൽ വ്യസനിക്കുന്നു. അമ്മയുടെ സുഹൃത്തുക്കളിന് ഒരു കുറവുമില്ല. ഇവച്ചുകളുടെ വീട്ടുകാർക്ക് എപ്പോഴും പരാതി പറയാനേ നേരമുള്ളൂ ഭാസ്കർ. കത്ത് കൊടുത്താൽ അഡ്വാൻസ് ഇരിക്കൂ. ചിലപ്പോൾ ഈ കേരളത്തിൽ വരിയേ വേണ്ടെന്ന് എനിക്ക് തോന്നാറുള്ളൂ ഭാസ്കർ. ബന്ധുക്കൾക്ക് ഫ്രീ പാസ്, പിന്നെ മെസ്സിന് ചാപ്പാട്. ഇത് റാവുവിനാണ്. റാവുവിടെ കൂട്ടിനകത്ത് തന്നെ ഉണ്ട്. റാവു എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല. പിന്നെ എന്തുകൊണ്ട് എന്നോട് താൻ ഇതുവരെ പറഞ്ഞില്ല? തിന്നുന്നില്ലേ? ഇന്നലെ ഇട്ടത് തന്നെ തൊടാതെ കിടക്കുകയാണ്, എണീറ്റ് നിൽക്കുന്നില്ല. ട്രെയിവാനെ വെട്ടിച്ച് ഞാൻ വാങ്ങിയ ബ്ലാക്ക് പാന്തർ. എരുമകളെയും പശുക്കളെയും നോക്കുന്ന ഇവിടുത്തെ വെറ്റിനറി ഡാക്ടർമാർക്ക് എന്തോന്നറിയാനാ? മദ്രാസിൽ വിളിക്കേ, നല്ലൊരു എക്സ്പോർട്ടിനെ കോയമ്പത്തൂർ ഫ്ലൈറ്റിൽ വരെ ഏർപ്പാട് ചെയ്യേ. 25,000 വകയാണ്. അതിലേറെ എന്റെ പ്രസ്റ്റീജ്. ഞാൻ ഇവിടെയല്ലോ ഒന്ന് നടന്നു കാണട്ടെ. പോയിട്ട്. എന്താ കുമാര? പിന്നെ ആളുകൾ അധികമായി, മൃഗങ്ങളും അധികമായി, ഉള്ള സൗകര്യമൊക്കെ കൊണ്ട് തൃപ്തിപ്പെടണം. എന്റെ കാര്യമല്ല, ലക്ഷ്മിക്ക് തീരെ സുഖമില്ല. അയ്യോ, ചതിച്ചോ? ഇന്നലെ വനജ ട്രിക്ക് ചെയ്തപ്പോ ഒന്നും കണ്ടില്ല. ഇപ്പൊ കൂട്ടത്തിൽ ബെസ്റ്റവളാണ്. കുതിരയുടെ കാര്യമല്ലേ പറഞ്ഞത്. എന്റെ കൂട്ടത്തിലെ ലക്ഷ്മി പനി വിടുന്നില്ല. പ്രസ്റ്റീജ് പബ്ലിസിറ്റി കൊടുത്ത കരിമ്പുലിയുടെ സോക്കേട് നോക്കാൻ ഒരാളെ കിട്ടാതെ ലോകം മുഴുവനും ഞാൻ ടെലിഫോൺ വിളിക്കുകയാണ്. 3 ദിവസമായി അത് ആഹാരം കഴിച്ചിട്ട്. അതിനിടയ്ക്കാണ് തന്റെ ലക്ഷ്മിയുടെ ജലദോഷവും പനിയും. താനൊരു കമ്പനി നടത്തിയ ആളല്ലേ, എന്റെ ബേജാർ തനിക്ക് ഊഹിക്കരുതോ? വന്നിരിക്കുന്ന ഒരു സോക്കേടും കൊണ്ട്. മാസ്റ്റർ, ഭാസ്കരൻ വന്നു എന്ന് കേട്ടു. മാസ്റ്റർ ഇവിടെ? കുറച്ചു കൊല്ലായി ഇവിടെയാണ്. കമ്പനികൾ മാറി മാറി ഞാനിവിടെ എത്തി. നല്ല ഐറ്റംസ് കാണിച്ച ഒരു പ്രയോജനവുമില്ല മാസ്റ്റർ. എല്ലാവർക്കും ഷോ അല്ലേ വേണ്ടൂ, സ്കില്ലല്ല. നമ്മുടെ കൂടെ എവിടെയാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ. എന്നെ കൂടി നിങ്ങൾക്ക് പൊറുപ്പിക്കേണ്ടി വരും. ഞാൻ ഭാസ്കരൻ. ഹലോ, ഞാൻ ചന്ദ്രൻ. കണ്ണൻ, കൃഷ്ണൻകുട്ടി, മോഹൻ, സുഖു, വില്യംസ്. ഹലോ. ഭാസ്കരൻ വരുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. കോൺട്രാക്ട് ശരിയാകാൻ ഞാൻ വരൂ. ഇവരുടെ വാക്കിന്റെ വില എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അല്ല, നിങ്ങളൊക്കെ ഇതിനകത്താണ് കിടപ്പ്? ഒരു ഇതൊക്കെ കഴിയുന്നു. ഞാൻ പുറത്ത് കിടന്നോളാം. എനിക്കൊരു ചാർപ്പായ മതി. എനിക്കതാ ഇഷ്ടം. അല്ല, കസേരയൊന്നുമില്ലേ? കസേര ചോക്ര, 4-5 കസേര എടുത്തിട്ട് പാടും. കസേര പ്രൊപ്പറേറ്ററെ കാണാൻ വരുന്നവർക്ക് ഇട്ട് കൊടുക്കുന്ന കസേരകളെ ഉള്ളൂ പുറത്ത്. ഓഹോ, എന്നാ ബോക്സിൽ നിന്ന് കുറച്ച് ഇരുമ്പ് കസേര എടുക്ക്. ബാക്കി ടിക്കറ്റ് വിറ്റാൽ മതി എന്ന് പറ മാനേജറോട്. ഞങ്ങളൊക്കെ പിന്നെ തറയിലിരിക്കണം. കമാൻ ജൽദി. ഒരു കമ്പനി വിട്ടാ മറ്റൊന്ന്. അല്ലാതെന്താ? ചന്ദ്രന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ കുട്ടിക്കാലത്ത് വന്നതാണ്. ഇവരൊക്കെ പലതിനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രേറ്റ് ഫെയറിലുള്ളപ്പോൾ ഭാസ്കരൻ ഉണ്ടായിരുന്നു. ഓ, എനിക്ക് ഓർമ്മയില്ല. 3 ദിവസമല്ലേ എന്നുള്ളൂ. ആ മാനേജരെ പിന്നെ ഞാൻ കണ്ടു. ഞാൻ കാരണം 2 സ്വർണ്ണപ്പല്ല് വെക്കാനുള്ള അവസരം കിട്ടി അയാൾക്ക്. അല്ല, സർക്കസ് മുതലാളിമാർക്കും മാനേജർമാർക്കും അതൊരു ഫാഷനാണല്ലോ. എല്ലാവരും എടുത്തിട്ടിരിക്കണം. അവർക്കൊക്കെ എയർ കണ്ടീഷൻ ക്യാബിൻ, സ്കോച്ച് വിസ്കി, ബഡാ കാർ. നമ്മളൊക്കെ ജീവൻ പണയം വെച്ച് കളിച്ചിട്ടാ ഇതിനൊക്കെ കാശുണ്ടാവുന്നത്. അല്ല, മുതലാളി എങ്ങനെ? സംസാരത്തിൽ വലിയ കുഴപ്പം തോന്നിയില്ല. എല്ലാവരും കണക്ക് തന്നെ അല്ലേ?
അതിരിക്കട്ടെ, മെസ് എങ്ങനെയുണ്ട്? തരക്കേടില്ല. സൗകര്യങ്ങൾ പോരെന്ന് പറയാഞ്ഞിട്ടല്ല, നോക്കാം എന്ന് സ്ഥിരം മറുപടി. ഒന്നും നടക്കില്ലെന്ന്. ആ, സംഘടനയും തൊഴിൽ നിയമമൊന്നും ഇല്ലാത്ത വർഗമായി പോയില്ലേ നമ്മൾ. പിന്നെന്ത് ചെയ്യാൻ? മറ്റു പുള്ളികളുടെ സെല്ലുകളൊക്കെ ഒന്ന് കാണട്ടെ. അത് മാത്രം വേണ്ട, അവൻ ആള് ബദ്മാഷ. എടുക്കളവാ, പെമ്പിള്ളേരെ വിളക്കുന്ന പണി നിർത്താനായില്ലേ? എടേ, നീ ഇതുവരെ ചത്തില്ലേ? 2 തവണ തീർന്നെന്ന് കരുതി രക്ഷപ്പെട്ടു. അതിരിക്കട്ടെ, ഭാര്യ എവിടെ? നാട്ടിലാ, അടുത്ത് വരുന്നുണ്ട് എന്ന് കേട്ടു. ഇവൻ ഡെയർ ഡെവിൾ ഭാസ്കരൻ. എല്ലാരും സൂക്ഷിച്ചു. എന്ത് ഡെവിൾ? ആരോ പരസ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ പേര്. ആ പബ്ലിസിറ്റി സ്റ്റണ്ട് കേട്ട് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. ചിന്ന പയ്യനായിരിക്കുമ്പോഴും ഇവൻ ഡെയർ ഡെവിൾ താൻ. എന്നെ പറ്റി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കഥകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൽ മുക്കാലും അതിശയോക്തിയാവും. പക്കാ ബദ്മാഷ്. റാവുജിക്ക് ഒന്നിനെയും പേടിയില്ല, ഏത് കാട്ടുമൃഗത്തിനെയും ഇണക്കും. പക്ഷെ ഒരാളുടെ മുമ്പിലെത്തിയാൽ പറയട്ടെ. ഒന്ന് ചുമ്മാ ഇരിക്കട്ടെ ഭാസ്കർ. ആരാ ജാനു? ജാനു ലക്ഷ്മി അടുത്തിന്റെ അടുത്തുണ്ടാവും. പാവം, മുമ്പ് ടോപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ലക്ഷ്മി, ഇപ്പോൾ ഹെൽപ്പർ. അതിന് വെറും പനിയല്ല, എന്തോ സം കോംപ്ലിക്കേഷൻ, ഐ ആം ഷുവർ. കരിമ്പുലിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ തമ്പി ഹെൽപ്പറുടെ കാര്യം ആര് നോക്കാൻ? ജാനുവിനെ വിളിക്കണോ? ട്രപ്പീസിൽ ഡബിൾ സമ്മർസോൾട്ട് ചെയ്യുമെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ട് അന്വേഷിച്ചത്. ഹൈവയറിൽ ലാഡർ ഫീറ്റ് കാട്ടുന്നത് ഞാനാണ്. ആ, നല്ല ഐറ്റംസ് ചെയ്യുന്നവരെ പറ്റി ഞാൻ അന്വേഷിക്കും. എനിക്ക് അവരെ ബഹുമാനമാണ്. അരേ ബായ്, നീ വന്ന വകയിൽ വല്ലതും വാങ്ങിട്ടാ. ഇവിടെ എനിക്കൊരു കമ്പനിയില്ലേ ബായ്. ഞാൻ വരാൻ കളവാ, അടങ്ങിയിരി. ബാബുജി, മണ്ണുത്തിന് ഡോക്ടർ എത്തിയിട്ടുണ്ട്. റാവു പറഞ്ഞാൽ കേൾക്കാത്ത പുലി പ്രൊഫസറെ കണ്ട സലാം കാട്ടുവോ? അവസാനം ഞാൻ തന്നെ മാറ്റേണ്ടി വരും അവന്റെ രോഗം. അയാൾ നോക്കട്ടെ. അവർക്കെങ്ങനെ? പനി കുറവുണ്ടോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ആ, പിന്നെ ജീപ്പ് ജമ്പിൽ ഒരു പെൺകുട്ടി കൂടെ ഇരുന്നാൽ കൂടുതൽ ഷോ ഉണ്ടാവും. ജാനുവിനിരിക്കാമോ? പേടിക്കാനൊന്നുമില്ല. ഞാൻ സോറി, പറഞ്ഞില്ല. ഞാനാണ് പുതിയ കഥാപാത്രം, ഭാസ്കരൻ. ആളുകൾ പറയുന്നത് പോലെ അത്ര ഭയങ്കരനൊന്നുമല്ല. പിന്നെ നിലനിൽപ്പിന് വേണ്ടി സ്വല്പം പോക്കിരിയാണെന്നൊക്കെ ചിലയിടത്ത് അഭിനയിക്കും, അത്രേ ഉള്ളൂ. ഒഴിവുള്ളപ്പോൾ ഒരു റിഹേഴ്സൽ നോക്കാം, എന്നിട്ട് തീരുമാനിച്ചാൽ മതി. റൈറ്റ്? Ladies and gentlemen, we now present to you a daredevil item by the one and only Bhaskaran. ജാനു, ഒരു സെക്കൻഡ്. ഫൈൻ, നന്നായിരുന്നു. ഞാൻ കണ്ട പല ആർട്ടിസ്റ്റുകളെക്കാളും ഒരു ഗ്രേസ് ഉണ്ട് ജാനുവിന്റെ മൂവ്മെന്റ്സ്. ഓഫ് കോഴ്സ് വെറും ഷോ ആണെല്ലാം, എന്നാലും പുതിയതെന്തെങ്കിലുമൊക്കെ കാട്ടാൻ തോന്നും. നമുക്ക് കമ്പൈൻ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് നോക്കിയാൽ. ശരിക്കും ഒരു ഡെയർ ഡെവിൾ ഐറ്റം. ജാനുവിന് ധൈര്യമുണ്ടെന്ന് തോന്നി കളിക്കുന്നത് കണ്ട. ഓക്കെ,